ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ചില്ലിംഗ് യൂണിറ്റിൽ ക്രമാതീതമായി ഫോമിംഗ് ഉണ്ടാകുന്നതിനെ തടയുവാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോവയുടെ നോഫോം എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഫോമിംഗ് ഉണ്ടാകുന്നത് എന്ന വിഷയമാണ്. അതിനു മുമ്പായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ പ്രധാന കാരണങ്ങളാണ് ഇത്തരത്തിൽ അമിതമായി പതയുണ്ടാകുവാൻ ഇടയാക്കുന്നത്? ഒന്ന്, നമ്മുടെ ചില്ലിംഗ് യൂണിറ്റിലേക്ക് റിട്ടേൺ വരുന്ന ഡാമ്പറിങ് സൊല്യൂഷൻ്റെ ഫോഴ്സ് അതിശക്തമായി നമ്മുടെ ചില്ലിംഗ് യൂണിറ്റിലെ ടാങ്കിലേക്ക് ഡാമ്പറിങ് സൊല്യൂഷൻ വന്ന് പതിക്കുമ്പോൾ ഫോമിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ വെള്ളം പോലും അതിശക്തമായി ഇത്തരത്തിൽ പതിക്കുകയാണെങ്കിൽ ഫോമിംഗ് ഉണ്ടാവും. നമ്മുടെ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ അത് ഒന്നോ ഒന്നിലധികമോ കെമിക്കലുകൾ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും അതിശക്തമായ രീതിയിൽ ടാങ്കിലേക്ക് ഫോഴ്സിൽ വന്ന് പതിക്കുമ്പോൾ ഫോമിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ റിട്ടേൺ വരുന്ന പൈപ്പിൽ ഒരു വാൽവ് ഘടിപ്പിച്ച് അതിൻ്റെ ഫോഴ്സിനെ കുറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഫോമിങ്ങിനെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടുള്ളൊരു പ്രശ്നം, നമ്മൾ മിക്സ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ ഡാമ്പറിങ് സൊല്യൂഷൻ വളരെയധികം പഴക്കം ചെന്ന്, അതായത് 3-4 ആഴ്ചകളായതോ, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് വർക്ക് കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ച് നാൾ മെഷീൻ ഓഫ് ചെയ്തിടുന്ന, പിന്നെ വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഉപയോഗ രീതിയാണെങ്കിലോ, അതുപോലെ നമ്മുടെ പ്രിൻറ്റിങ്ങിന് ഇതിൽ ഉപയോഗിക്കാത്ത കെമിക്കലുകൾ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലുകളോ പുറത്തുനിന്നുള്ള എന്തെങ്കിലും സോപ്പ് പോലുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങളോ ഒക്കെ മിക്സായി ഉപയോഗശൂന്യമായതായ കെമിക്കലാണ്, ഫൗണ്ടൻ സൊല്യൂഷനാണ് നമ്മുടെ ടാങ്കിലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും പത വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ കെമിക്കൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ടാങ്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് പുതിയ ഫൗണ്ടൻ സൊല്യൂഷൻ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. മൂന്നാമതൊരു കാരണം, നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന ഡാമ്പറിങ് സൊല്യൂഷൻ പമ്പ് ചെയ്ത് വരുന്ന ആ ഹോസിൽ എവിടെയെങ്കിലും കാര്യമായ എയർ ലീക്ക് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫോമിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ എയർ ലീക്ക് എവിടെയാണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള ഫോമിംഗ് തടയുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഓവർ ഡോസിങ്, അതായത് ഓരോ കമ്പനികളും ആ കമ്പനികളുടെ കെമിക്കൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഫൗണ്ടൻ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക അനുപാതം അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലധികമായി, കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുള്ളതിലും അധികമായി നമ്മൾ കെമിക്കൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫോമിങ് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലും ടാങ്കിലുള്ള കെമിക്കൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് കമ്പനികൾ നിഷ്കർഷിച്ചിട്ടുള്ള അളവിൽ, കൃത്യമായ അളവിൽ കെമിക്കലുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിങ് ഒരു പരിധിവരെ തടയുവാനായിട്ട് സാധിക്കും. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഫോമിങ് വരാനുള്ള കാരണങ്ങൾ. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ട് സിസ്റ്റം ക്ലീനർ, മുമ്പ് നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫൗണ്ട് സിസ്റ്റം ക്ലീനർ ഉപയോഗിച്ച് നമ്മുടെ സർക്കുലേഷൻ സിസ്റ്റം, മിഷൻ ടു ടാങ്ക്, ചില്ലിംഗ് യൂണിറ്റ് വരെയുള്ള സർക്കുലേഷൻ സിസ്റ്റം കൂടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫോമിങ് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ അഴുക്കുകൾ അടിഞ്ഞുകൂടിയിരിക്കുക, ഫംഗസ് ഉണ്ടാവുക, പൂപ്പലുണ്ടാവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഫോമിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പരിശോധിച്ച് അത് പരിഹരിക്കുകയാണെങ്കിൽ നമ്മുടെ ചില്ലിംഗ് യൂണിറ്റിൽ ക്രമാതീതമായി ഉണ്ടാകുന്ന ഫോമിങ്ങിനെ തടയുവാനായിട്ട് നമുക്ക് സാധിക്കും. താങ്ക് യു.